പടകുകാരെ കൂടെ വിളിച്ചു. എന്ത് ചെയ്തു? അതിനകത്ത് കയറ്റി കുറച്ച് അകലെ കരയ്ക്ക് അടുത്തുക. എന്താ പഠിച്ചത്? സ്വത്രം പറ, എന്താ പഠിച്ചത്? അടുത്ത പടകുകാരെ കൂടെ വിളിച്ചിട്ട് അതിനകത്തും കിട്ടിയ മീൻ എന്ത് ചെയ്തു? അതിനകത്തോട്ടും കൂടെ പങ്കുവച്ചു. ഇത് നമ്മൾ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. നമ്മൾ കിട്ടുന്നതെല്ലാം പോക്കറ്റി ഇട്ടോണ്ട് ദൈവം ഒരു നന്മ തരുമ്പോൾ ഇല്ലാത്തവർക്കൂടെ അതിൻ്റെ ഒരു ചെറിയ അംശം ഒന്ന് പങ്കുവെക്കണം. സ്വത്രം പറഞ്ഞ് പത്രോസിന് മീൻ കൊടുത്തപ്പോ അടുത്ത പടകുകാരെ കൂടെ സാലറി കിട്ടുന്നതല്ല അവിടെ കൂട്ടി ബാങ്കിൽ വിട്ട് അവിടെ ഇട്ട് ആയിക്കോട്ടെ, ആർക്കും കൊടുക്കണ്ട, പക്ഷെ ഒരു ചെറിയ പങ്കെങ്കിലും അടുത്ത പടകുകാർക്ക് ചെയ്ത് നമുക്ക് തരുന്ന നന്മകൾ പങ്കുവയ്ക്കുവാൻ കഴിയട്ടെ. പത്രോസിന് കിട്ടിയ നന്മ അടുത്ത പടകുകാരെ കൂടെ വിളിച്ചു പുള്ളി അതിലോട്ടും കൂടെ കേട്ടോ. ആമേൻ. യേശു പറഞ്ഞു വലയിറക്കാൻ. വലയിറക്കി മീൻ കിട്ടി. യേശു ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ വായിച്ചു നോക്കുകയോ ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി താഴോട്ട് വായിച്ച് യേശു ഒരക്ഷരം മിണ്ടുന്നില്ല. യേശു ആ ബോട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുക. ആ ബോട്ട് കരയ്ക്കടുത്തു. സ്തോത്രം. യേശു ഒന്നും പറഞ്ഞില്ല. മീൻ കൊടുത്തേച്ച് ആ ബോട്ടിൽ ഇരിക്കുക. ഉടനെ പത്രോസ് ഓടിച്ചെന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. ചോദ്യം, ഇവിടെയാണ് നമ്മളെല്ലാം പഠിക്കേണ്ട ചില പാഠങ്ങൾ കേട്ടോ. യേശു എന്നാ ഒന്നും മിണ്ടാഞ്ഞത്? നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പെരുത്ത മീൻകൂട്ടം കൊടുത്തിട്ട് യേശു മിണ്ടാതിരിക്കുക പടകിനകത്ത്. അതെന്താ മിണ്ടാതിരിക്കുന്നത്? സ്തോത്രം. ഇനിയും അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്ന ഭാഷയെ പറയട്ടെ. 300 ദിനാറിന്റെ ജോലി തന്നിട്ട്, 700 ദിനാറിന്റെ ജോലി തന്നിട്ട്, 400 ദിനാറിന്റെ ജോലി തന്നിട്ട് തന്ന പുള്ളി മിണ്ടാതിരിക്കുക. എന്തിനായി പുള്ളി മിണ്ടാതിരിക്കുന്ന അറിയാവോ? സ്തോത്രം പറഞ്ഞ് ഈ പടകിനകത്ത് മീൻ കൊടുത്തിട്ട് ഈ മുങ്ങുമോളം കൊടുത്തിരിക്കുക. അപ്പൊ മുങ്ങാറാകുന്ന വരെ നിറച്ചിട്ട് ഈ പുള്ളി എന്ത് ചെയ്യാം? മിണ്ടാതിങ്ങനെ ഇരിക്കുക. മാസം സാലറി മേടിക്കുമ്പോ ഓർത്തോണം, ഈ തന്ന പുള്ളി മിണ്ടാതിരിക്കുക. എന്തിനാ പുള്ളി മിണ്ടാതിരിക്കുന്നത്? സ്തോത്രം. ഈ ബോട്ട് കരയ്ക്കടുക്കുമ്പോൾ പത്രോസ് ഇതെല്ലാം കൂടെ വാരി നമ്മൾ പറയുന്ന ഒരു വലിയ ലോറി വിളിച്ചോണ്ട് വന്ന് ഇത് ലോറിക്കകത്ത് കയറ്റിയിട്ട് ഇത് വിൽക്കാനായിട്ട് മാർക്കറ്റിലോട്ട് പോകുമോ അതോ ഇത് കൊടുത്ത ആളിന്റെ കാൽക്കൽ വീഴുവോ എന്നറിയാൻ വേണ്ടിയാണ് മിണ്ടാതിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞ് ഇന്ന് രാത്രി നിങ്ങൾ അറിഞ്ഞോണം കേട്ടോ. 500 ദിനാറ് സാലറിയുള്ള, 700 ദിനാറ് സാലറിയുള്ള, 300 ദിനാറ് സാലറിയുള്ള നിങ്ങൾക്ക് ഈ ജോലി തന്നിട്ട് തന്ന പുള്ളി മിണ്ടാതിരിക്കുക. എന്നറിയാം? ഈ തന്നവന്റെ കാൽക്കൽ വീഴുവോ എന്നറിയാൻ വേണ്ടി. സ്തോത്രം പറഞ്ഞ് പത്രോസ് അത് വാരി കയറ്റിക്കൊണ്ട് മാർക്കറ്റിലോട്ട് പോയില്ല. പത്രോസ് ഓടിച്ചെന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. ഹല്ലേലൂയ പറഞ്ഞേ. അത് കയ്യിലോട്ട് കിട്ടുമ്പോ ആ തന്ന പുള്ളിയുടെ കാൽക്കൽ ഒന്ന് വീണേക്കണം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. ഇതറിയാനാണ് പുള്ളി മിണ്ടാതിരുന്നത്. അത് ആർക്കും കൊടുക്കണ്ട, നിങ്ങൾ എടുത്തു, അല്ലെ അത് എനിക്കെടുക്കാം. പക്ഷെ ഈ തന്നോനെ ഒന്ന് ഓർക്കണ്ടേ? ഈ മീൻ കൊടുത്ത പുള്ളിയുടെ കാൽക്കലോട്ട് എന്ന് വീണു. എന്താ പഠിച്ചത്? ഇപ്പൊ പഠിച്ചെന്താന്നറിയോ? പത്രോസിന് മീനിനേക്കാൾ വലുത് യേശുവിന്റെ പാദപീഠമാണ്. സ്തോത്രം പറഞ്ഞേ. അത് വാരി മാർക്കറ്റിൽ പോകാനോ അത് വിൽക്കാനോ അതിന്റെ പണം സഞ്ചിയിലാക്കാനോ അല്ല പത്രോസ് നോക്കിയത്, യേശുവിന്റെ കാൽക്കൽ വീണു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ജോലിയെക്കാളും സാലറിയെക്കാളും അത് തന്നവനാണ് വലുത്. സ്തോത്രം പറയാ. അത് തന്നവന്റെ പാദത്തിൽ വീഴുക, അതിന് വില കൊടുക്കുക കേട്ടോ. മറ്റുള്ളവരുടെ നിൽക്കട്ടെ. രണ്ടാമത്, പത്രോസ് മീനിനല്ല വില കൊടുത്തത്, യേശുവിന്റെ പാദപീഠത്തെങ്കിൽ ഓടിച്ചെന്ന് വീഴുകയാണ്. സ്നേഹിത, ദൈവം നിന്നെ ദേശത്ത് കൊണ്ടുവന്ന് നിനക്ക് വഴി തുറന്നു തരുമ്പോൾ, ജോലി തരുമ്പോൾ ആ തന്നവന്റെ പാദത്തിൽ വീണ് നന്ദി പറയണം. അല്ലാതെ വാരി കയറ്റിക്കൊണ്ട് മാർക്കറ്റിലോട്ട് ഓടല്ലേ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് മീനെ വാരാനോ കൂട്ടാനോ ദൂരിയെ കയറ്റാനോ ഒന്നും പോയില്ല. തന്ന യേശുവിന്റെ പാദത്തിൽ വീണു.
സ്തോത്രം പറഞ്ഞ് മറക്കരുതേ. ഇവിടെ ഇത്രത്തോളം ജോലി ചെയ്യാൻ ആരോഗ്യം തന്നില്ലേ, ബലം തന്നില്ലേ, രോഗത്തിൽ നിന്നൊക്കെ വിടുവിച്ചില്ലേ, എല്ലാ മാസവും മുടങ്ങാതെ സാലറി കിട്ടുന്ന കമ്പനി കൊണ്ട് കയറ്റിയില്ലേ, എല്ലാ മാസവും നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നില്ലേ. ഈ തന്നവന്റെ കാൽക്ക് വീഴാൻ മറക്കരുത് കേട്ടോ. സ്തോത്രം പറഞ്ഞേ, ആ പാദത്തിൽ വീഴാൻ മറക്കരുത്. ഹല്ലേലൂയ, ആമേൻ. ഇന്നത്തെ ചിലരുടെ പരിപാടി എങ്ങനെയെന്നറിയോ? ഈ പത്രോസ് അങ്ങനെ ചെയ്തില്ല, ചിലർ ചെയ്ത പരിപാടിയാണ്. യേശുവിനോട് പറയാം, യേശു നല്ല കാര്യം, നാളെയും വരണേ, നാളെയും ഞാൻ വല ഇറക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് മീൻ തരണം. എങ്ങനെ? ഇന്ന് തന്ന പോലെ. ഞാൻ പറഞ്ഞ അത് മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് അതിനകത്തുനിന്ന് എന്ത് ചെയ്യാം, ഒരു വീതം ദശാംശം തന്നേക്കാം, ദശാംശം തരാം. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, നാളെ കഴിഞ്ഞും വരണം കേട്ടോ, അന്നേരവും ഞാൻ എന്ത് ചെയ്തേക്കാം, ഒരു വീതം ദശാംശം തന്നേക്കാം. അങ്ങനെ പുള്ളിയുടെ കച്ചവടത്തിന്റെ പങ്കുകാരനായി യേശുവിനെ പുള്ളി കൂടെ കൂട്ടിയോ? ഇന്നങ്ങനെ കൂട്ടി വെച്ചേക്ക. അടുത്ത മാസവും സാലറി മേടിക്കാൻ തരണേ, അപ്പൊ ഞാൻ എന്ത് ചെയ്യിക്കാം, പള്ളിക്കൊണ്ട സ്വോത്ര കാഴ്ച ഇട്ടേക്കാം. അതിന്റെ പിന്നത്തെ മാസവും എനിക്ക് എന്ത് ചെയ്യണം, തരണേ, അപ്പൊ ഞാനൊരു ചെറിയ വീതം പള്ളി സ്വോത്ര കാഴ്ച. അങ്ങനെ ഓരോ മാസവും ഇത് കിട്ടാൻ വേണ്ടി പുള്ളിയെ ഇങ്ങനെ കൂടെ നിർത്തുക. സ്വോത്രം പറഞ്ഞത്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഇല്ലേ. പത്രോസ് പറയാം, യേശു നാളെയും വരണേ, നാളെയും വന്ന് ഇത്ര മീൻ എനിക്ക് തരണം, അന്നേരം ഞാൻ എന്ത് ചെയ്യും, കൊണ്ട വിറ്റിട്ട് ഒരു വീതം സുവിശേഷ വിലയ്ക്ക് ബാക്കി ഞാൻ എടുക്കാം. അടുത്ത നാളെ കഴിഞ്ഞ് നീ വരണം, വരുമ്പോൾ ഇങ്ങനെ മീൻ തരണം, അപ്പൊ അതിന്റെ ഒരു വീതം ഞാൻ സുവിശേഷ വേലയ്ക്ക്. അങ്ങനെ പത്രോസിന്റെ കച്ചവടം നടക്കും, സുവിശേഷ വേല. അങ്ങനെ പത്രോസ് യേശുവിനെ തൻ്റെ ബിസിനസിന്റെ വർധനവിന് വേണ്ടി പങ്കാളിയാക്കുകയല്ല ചെയ്തത്. പത്രോസ് പടകും വലയും വിട്ട് യേശുവിനെ പിൻഗമിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശുവിനെ നമ്മുടെ കാര്യം സാധിച്ചെടുക്കുന്ന ഒരു വ്യക്തിയാക്കി നിങ്ങൾ മാറ്റരുതേ. സ്തോത്രം. കാര്യങ്ങളൊക്കെ കർത്താവ് നടത്തും കേട്ടോ. അടുത്തൊരു ചോദ്യം, ഈ ബോട്ട് മുങ്ങുമറകോളം മീൻ കൊടുത്തല്ലോ, എന്തിനാ കർത്താവ് പത്രോസിന് മീൻ കൊടുത്തത്? അതിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഏറ്റവും ഒടുവില് എഴുതിയേക്കുന്നതറിയാ, പടകും വലയും വിട്ട് നീ എന്നെ പിൻഗമിക്ക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. സ്വോത്രം പറഞ്ഞ് പത്രോസിന് ഈ മീൻ കൊടുത്തത് അവന്റെ ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി, അവനെ ഈ ഭൗതിക മീൻപിടുത്തത്തിൽ നിന്നും ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിയെടുക്കാനാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇവിടുത്തെ 300 ദിനാറിന്റെ ജോലി നിനക്ക് തന്നത്, 400ന്റെ ജോലി തന്നത്, 500ന്റെ 700ന്റെ ഒക്കെ ജോലി തന്നത് നിന്നെ ആത്മീകമായി മാറ്റിയെടുക്കാനും കൂടെയാണ്. സ്വോത്രം പറഞ്ഞ് അതുകൂടെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഈ മീൻ എടുത്തു, പക്ഷെ ഈ മീനും കൊണ്ട് കച്ചവടക്കാരനായി പോകാനല്ല, പടകും വലയും വിട്ട് നീ മനുഷ്യരെ പിടിക്കുന്നവനാകാനാണ് കർത്താവ് ഇത് തന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ജോലി തന്ന എന്തിനാണെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ ആത്മീക മാറ്റമുണ്ടായി ദൈവത്തിന് നീ ആത്മീയമായി പ്രയോജനപ്പെടാനാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അത് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കിട്ടിയ നന്മ പോകുവേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ആമേൻ. അതിനകത്തെ മെസ്സേജുകൾ ഞാൻ നേരത്തെ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ എൻ്റെ മെസ്സേജ് എടുത്തെടുത്ത് പറയാത്തത്. ഞാൻ 2-3 മെസ്സേജ് അതിനകത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷെ മറന്നു കാണുമായിരിക്കും. മെസ്സേജ് പറയുന്നില്ല, എൻ്റെ പോയിന്റ് മാത്രം ഞാൻ ഓർപ്പിക്കാം. എന്താണ് അതിൻ്റെ പോയിന്റ്? ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ, വായിച്ചേ. അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. 3 കാര്യങ്ങൾ. ഒന്ന്, തിക്കിക്കൊണ്ടിരിക്കുന്ന ജനം. കണ്ടോ? അവർക്ക് എന്താ വേണ്ടിയത്? ഈ തിക്കുന്നവർക്ക്
അടുത്ത ലൈനിൽ കണ്ടോ, വചനം വേണം, പ്രാർത്ഥന വേണം, ദൈവവചനം വേണം, കർത്താവിന്റെ പ്രസംഗം കിട്ടണം. അവരിങ്ങനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേ. അപ്പൊ തന്നെ പത്രോസും കൂട്ടരും കരയ്ക്ക് വല കഴുകിക്കൊണ്ട് ഇരിക്കുക. അവർക്ക് എന്താ വേണ്ടിയത്? തലേ ദിവസം രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം, ഡീസലിന്റെ പൈസ പോലും കിട്ടിയില്ല. ബോട്ട് ഓടിക്കേണ്ട ഡീസലിന്റെ കാശ് പോലും കിട്ടാതെ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു രണ്ടാമത്തെ കൂട്ടർ. ആദ്യത്തെ കൂട്ടരോ, വചനം കേൾക്കാൻ തിക്കൊണ്ടാക്കുന്നവർ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നവർ. രണ്ടാമത്തെ കൂട്ടര് ഡീസൽ കാശ് പോലും ഇല്ലാതെ സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ. ഓക്കെ. മൂന്നാമത് ആരാണ്? മൂന്നാമത് കർത്താവാ. കർത്താവിന് എന്ത് വേണം? പ്രസംഗിക്കാൻ സ്റ്റേജ് വേണം, പ്ലാറ്റ്ഫോം വേണം പുള്ളിക്ക്. പുള്ളി അവിടെ എല്ലാം ഇങ്ങനെ വട്ടം നടക്കുക, ഒരു പ്ലാറ്റ്ഫോം കിട്ടണം പുള്ളിക്ക്. ഈ കടൽക്കരയിൽ നിന്ന് പുള്ളിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല, കാരണം ആളിടിച്ച് കയറിക്കൊണ്ടിരിക്കുക. അപ്പം പുള്ളി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി നോക്കി നടക്കുക. പത്രോസും കൂട്ടരും പെട്രോൾ കാശ് പോലും കിട്ടാതെ സാമ്പത്തികം നോക്കി ഇങ്ങനെ ഇരിക്കുക. സ്വന്തം പറഞ്ഞ് കരയ്ക്ക് വേറൊരു കൂട്ടര് ദൈവവചനം കേൾക്കാൻ വേണ്ടി തിക്കും തിരക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ 3 കൂട്ടർ അവിടെ ഇരിക്കുക കേട്ടോ. ആരാണ്? യേശുവിന്റെ പ്ലാറ്റ്ഫോം വേണം, കരയ്ക്ക് നിൽക്കുന്നവർക്ക് വചനം വേണം, പ്രാർത്ഥന വേണം, പത്രോസിനും കൂട്ടർക്കും പൈസയും വേണം. സ്വത്രം പറഞ്ഞേ. ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് അങ്ങോട്ട് ചെന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഈ പടക് ഒരൽപ്പം നീക്കി തരണം. ആമേൻ. അനുവാദം ചോദിച്ചു. പത്രോസ് പറഞ്ഞു, ഓക്കെ കർത്താവേ എന്ന് പറഞ്ഞു. കർത്താവിനെ ആ പടകിൽ കയറ്റി പത്രോസും കൂട്ടരും കൂടെ ആ പടക് നീക്കി കൊടുത്തു. അപ്പൊ കർത്താവിന് പ്രസംഗിക്കാൻ ഒരു നല്ല പ്ലാറ്റ്ഫോം ഓക്കെയായി. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ. കർത്താവ് പ്രസംഗിച്ചു. അത് കഴിഞ്ഞ ഉടനെ പത്രോസിന് മീൻ കൊടുത്തു. വലിയ സന്തോഷമായി. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി എന്റെ അർത്ഥം, പത്രോസ് യേശുവിന് പടക് കൊടുത്തു, അങ്ങോട്ട് കൊടുത്തു. ഇതാ കർത്താവേ എന്ന് പറഞ്ഞു. പത്രോസ് യേശുവിന് പടക് കൊടുത്തപ്പോൾ ഈ 3 വിഷയവും നടന്നു. പത്രോസിന് മീൻ കിട്ടിയേ, ഡീസൽ കാശ് പോലും ഇല്ലായിരുന്ന പുള്ളിക്ക് ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപയുടെ മീനായി. സ്വത്രം. പ്ലാറ്റ്ഫോം ഇല്ലാതിരുന്ന യേശുവിന് ഇപ്പൊ പ്രസംഗിക്കാൻ എന്ത് ചെയ്തു? പ്ലാറ്റ്ഫോമായേ. സ്വത്രം പറഞ്ഞ് കരക്കിരുന്ന് വചനം കേൾക്കാൻ തിക്കിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പൊ എന്ത് ചെയ്തു? അവർക്ക് വചനവും കിട്ടി, പ്രാർത്ഥനയും കിട്ടി, ആരാധനയും കിട്ടി, പ്രസംഗവും കിട്ടി. സ്വത്രം പറഞ്ഞ് ഈ 3 വിഷയങ്ങൾക്കും മറുപടി കിട്ടി. എങ്ങനെ? ഒറ്റ വിഷയത്തിൽ. പത്രോസ് തന്നെയും തൻ്റെ പടകിനെയും വിട്ടുകൊടുത്തു. സ്തോത്രം. ഒറ്റ വാക്കിൽ അർത്ഥം പറയാം, നിന്നെയും നിന്റെ കുടുംബത്തെയും പൂർണ്ണമായി ദൈവത്തിന്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കാമെങ്കിൽ ആ ഒറ്റ സമർപ്പണത്തിൽ എല്ലാ വിഷയത്തിലും വിടുതലാ. സ്തോത്രം പറഞ്ഞത്. പത്രോസും പത്രോസിന്റെ പടകും ദൈവത്തിന്റെ പദ്ധതിക്ക് വിട്ടുകൊടുത്തപ്പോൾ പത്രോസിന്റെ വിഷയം പരിഹരിക്കപ്പെട്ടു. ഇഷ്ടം പോലെ മീന് സാമ്പത്തിക വിഷയത്തിന് പരിഹാരമായി, കരക്കിരുന്നവരുടെ വിഷയത്തിന് പരിഹാരമായി, അവർക്ക് വചനം കിട്ടി, പ്രാർത്ഥന കിട്ടി, ആരാധന കിട്ടി. പിന്നെ ആർക്ക് കിട്ടി? യേശുവിന് പ്ലാറ്റ്ഫോം കിട്ടി. ഹല്ലേലൂയ പറഞ്ഞ് ഇന്ന് രാത്രി സമർപ്പിക്കുവോ? കർത്താവേ, എന്റെ ജീവിതം മരണം വരെ നിന്റെ പദ്ധതിക്ക് ഇതാ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരത്തിൽ നിന്നെ സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ ആ ഒറ്റ സമർപ്പണത്തോടുകൂടി സകല വിഷയത്തിലും വിടുതലാണ്. ഇനി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എത്ര പേര് സമർപ്പിച്ചു? പത്രോസ് ആ പടകങ്ങോട്ട് വിട്ടുകൊടുത്തപ്പം പത്രോസിന് വിടുതല്, യേശുവിന്റെ കാര്യം നടന്നു, കരക്കിരുന്നവരുടെ കാര്യം നടന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, ഇനി മരിക്കുന്നത് വരെ ദൈവഹിതത്തിന് വേണ്ടി നിന്നെ വിട്ടുകൊടുക്കേ, നിന്നെ ഏൽപ്പിച്ചു കൊടുക്കേ. ആ ഒറ്റ വിഷയത്തോടു കൂടി നിന്റെ സകല വിഷയത്തിനും വിടുതലാണ്. ഇപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ. ഇനി രണ്ടാമത്തത്. സ്തോത്രം. ആ ഒന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു.
ഞാൻ ഇതിനെ ഒന്നുകൂടി ചുരുക്കുക കേട്ടോ. ഇവിടെ കരക്കിരിക്കുന്ന ആളുകളെ ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കുണ്ടാക്കുക, തിക്കും തിരക്കുക. ഇന്ന് ദൈവവചനം അല്ലല്ലോ ആവശ്യം. അന്നത്തെ കൂട്ടായ്മയ്ക്ക് ദൈവവചനം കിട്ടാൻ വേണ്ടി ആൾക്കാർ തിരക്കായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വചനമൊന്നും വേണ്ട, ഇന്ന് വിടുതലും പറഞ്ഞ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുവാകട്ടെ, ദൈവവചനം കേൾക്കാൻ വേണ്ടി തിക്കുണ്ടാക്കും വലിയൊരു കൂട്ടം ആളുകൾ. അപ്പൊ പത്രോസ് മീൻ കിട്ടാതെ തലേദിവസം രാത്രിയിൽ 6-7 പ്രാവശ്യത്തോളം, എനിക്ക് തോന്നുന്നു 6 കാണത്തില്ല, എന്നാലും ഒരു 4-5 പ്രാവശ്യം വല ഇറക്കി കാണും. 5 ചാൻസും പോയി. ആദ്യത്തെ പ്രാവശ്യം പ്രതീക്ഷയോടെ വല വെക്കും, ഒന്നുമില്ല. അങ്ങനെ ഒത്തിരി ചാൻസ് പോയ പുള്ളികൾ ഇന്ന് ആരാധനയ്ക്ക് എത്തിയില്ലാത്തിരിപ്പുണ്ട്. സ്വത്രം പറഞ്ഞ് പല ചാൻസും പോയി, ഒന്നും കിട്ടിയില്ല. ആമേ, സാമ്പത്തികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. സ്തോത്രം. ഓക്കെ, പത്രോസിന് എന്ത് വേണം? മീൻ വേണം, അല്ലെങ്കിൽ പൈസ വേണം. കരക്കിരിക്കുന്നവർക്ക് എന്ത് വേണം? പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ വേണം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. വളരെ ശ്രദ്ധിക്കുക. നാളെ തൊട്ട് ഈ പറയുന്ന വചനം കേട്ട് അനുസരിക്കാവോ? ജീവിതത്തിൽ വലിയ വിടുതല. ഇനി എന്റെ ചോദ്യം, ഈ 2 വിഷയത്തിൽ ആദ്യ കർത്താവ് ഏതാ ചെയ്തത്? പത്രോസിന് മീൻ കൊടുത്തോ, കരക്കിരിക്കുന്നവർക്ക് വചനം കൊടുത്തോ, പ്രാർത്ഥന കൊടുത്തോ? ഇതിലേതാ ആദ്യം കൊടുത്തത്? സ്തോത്രം. 4-ാമത്തെ വാക്യം വായിച്ചു ഒപ്പം കിട്ടും. സംസാരിച്ചു തീർന്നപ്പോൾ ആദ്യ കരക്കിരുന്നവര് വചനം കേൾക്കാനിരിക്കുക. ആ വചനം സംസാരിച്ചു തീർന്നപ്പോൾ പത്രോസോട് പറഞ്ഞു, ഇനി നീ വല ഇറക്കി പത്രോസിന് മീൻ കൊടുത്തു. ഒറ്റ വാക്കിൽ തന്നെ 2-ാമത്തെ കാര്യം പറഞ്ഞു വിടുന്നു. ആദ്യമേ കരക്കിരിക്കുന്നവർക്ക് വചനം കൊടുത്തു. പറ്റുമോ? ഇനി എന്റെ പോയിന്റ് പറയുമ്പോ 1-ാമത്തെ പോയിന്റ്, ആത്മീകത്തിൽ 1-ാം സ്ഥാനം. സ്തോത്രം പറഞ്ഞ്, ഭൗതികത്തിന് 2-ാം സ്ഥാനം, മീൻപിടുത്തം 2-ാമതാ. പറ്റുമോ? ആത്മീകത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റുമോ? ആരാധനയും വിശ്വാസവും വിശ്വാസ ജീവിതവും 1-ാം സ്ഥാനം കൊടുത്ത് കൈകാര്യം ചെയ്യാൻ തയ്യാറാണോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, ഈ ബഹറിലുള്ള ഇത്രയും കാലം കർത്താവ് എന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ആത്മീകത്തിനായിരിക്കും, 2-ാമതാണ് ഞാൻ ഭൗതികത്തിന് വില കൊടുക്കുന്നത്. സ്തോത്രം പറഞ്ഞ്, ആദ്യത്തെ പ്രാവശ്യം മീൻപിടുത്തം അല്ല കർത്താവ് ചെയ്തത്. ആദ്യത്തെ പ്രാവശ്യം കർത്താവ് ആത്മീക ശുശ്രൂഷയാണ് ചെയ്തത്. അതുകൊണ്ട് ആദ്യമേ കുഞ്ഞ നീ ആരാധിക്ക്, ആദ്യമേ നീ ദൈവത്തെ അനുസരിക്ക്, ആദ്യമേ നീ വചനം പ്രമാണിക്ക്, ആദ്യമേ നീ വചനം ജീവിതത്തിൽ പ്രായോഗികമാക്ക്. അത് കഴിയുമ്പോ 2-ാമത് മീൻപിടുത്തം. സ്വത്രം വെറുതെ 2-ാമത് സ്വർഗം നിന്റെ ഭൗതിക വിഷയം 2-ാമത് നിനക്ക് നിറവേറ്റി. ഇന്ന് അങ്ങനല്ല, ചിലര് 2-ാമത്തെ കാര്യം 1-ാമത് വെച്ചിട്ട് 1-ാമത്തെ കാര്യം പുറകിൽ വിട്ടേക്കുക. സ്തോത്രം. കർത്താവ് പറഞ്ഞ ആദ്യം അവന്റെ രാജ്യവും നീതിയും, അതോടുകൂടെ ഇതൊക്കെയും ഇവിടുത്തെ വിസയും ഇവിടുത്തെ ജോലിയും ഇവിടുത്തെ സാലറി എല്ലാം അതോടുകൂടിക്ക് വന്നോളും. സ്തോത്രം പറഞ്ഞ്, ആദ്യമേ നീ വേർപെട്ട് ആരാധിക്കാൻ നോക്ക്, ആദ്യമേ വചനമനുസരിക്കാൻ നോക്ക്, ആദ്യമേ അഭിഷേകം പ്രാപിക്ക്, ആദ്യമേ ദൈവവചന പ്രകാരം മുൻപോട്ട് പോകാൻ നോക്ക്. അപ്പോൾ നിന്റെ ഭൗതിക വിഷയം കർത്താവ് ഏറ്റെടുക്കും. ആദ്യമേ മീൻപിടുത്തമല്ല, ആദ്യമേ പത്രോസിന്റെ പടക് യേശു ഉപയോഗിച്ചത് മീൻ പിടിക്കാനല്ല, ആദ്യമേ പത്രോസിന്റെ പടക് യേശു എടുത്തത് ആത്മീക ശുശ്രൂഷയ്ക്കാണ്. മനസ്സിലായല്ലോ? ഓക്കെ, തീരുമാനിച്ചോ? ആത്മീയത്തിന് 1-ാം സ്ഥാനം. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ നോക്കുകയും ദൈവമക്കള് കാലെടുത്ത് വെച്ചപ്പോൾ യോർദാന്റെ മേലൊഴുക്കിൽ നിന്നു. നിങ്ങൾക്ക് അതിന്റെ ഭൂമിശാസ്ത്രം അറിയില്ല. 2700 അടി ഉയരമാണ് ഹെർമോൻ പർവ്വതം. താഴേന്ന് ഈ ഹെർമോൻ പർവ്വതത്തിന്റെ മുകളില് പല ഉറവകൾ ഒന്നിച്ചുകൂടി ഒരു ചാലായി വരുന്ന ചാലാണ് യോർദാൻ നദി. സ്തോത്രം. മനസ്സിലായോ നിങ്ങൾക്ക്? 2700 അടിയും താഴോട്ടായി ഈ വെള്ളം വരുന്നത്. സ്തോത്രം. അതിങ്ങനെ ഒരു 10 കിലോമീറ്റർ ഒഴുകിക്കഴിഞ്ഞാൽ ചെങ്കടലിൽ ചെന്നാണ് ആ വെള്ളം വീഴുന്നത്.
പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, വെള്ളപ്പൊക്ക കാലത്ത് 2700 അടി മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് എന്നാ ശക്തിയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതും വെള്ളപ്പൊക്ക സമയത്താ. പുരോഹിതന്മാര് കാല് വെച്ചപ്പോൾ മേലൊഴുക്ക് 2700 അടി മുകളിൽ നിന്ന് വരുന്ന വെള്ളം ദൈവദാസന്മാർ ഇവിടെ കാല് വെച്ചപ്പോൾ അത് അവിടെ നിന്നു. ഒരൊറ്റ തുള്ളി വെള്ളം പോലും ഇങ്ങോട്ട് വന്നില്ല. 20 ലക്ഷം പേര് കുറഞ്ഞത്, 25 നമുക്ക് 20 കൂട്ടാം. ഈ 20 ലക്ഷം പേര് ഇവർ കാല് വെച്ച സ്ഥലം അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം വീട്ടിൽ പോയിരുന്നു വായിക്കണം കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നത് ശിത്തീമിൽ നിന്ന് അവർ പുറപ്പെട്ടു. അവർ കയറിയത് ഏദൻസിലാ. ഈ ശിത്തീമും ഏദൻസും തമ്മിൽ 11 കിലോമീറ്റർ ഉണ്ട്. 11 കിലോമീറ്ററാ. ഈ ജോർദാൻ നദിയിലെ ഇവരിറങ്ങിയെടുത്തും കേറിയ സ്ഥലവും തമ്മിൽ 11 കിലോമീറ്ററാണ്. നോക്കണം, 11 കിലോമീറ്റർ വെള്ളം താഴേക്ക് മാറിയിട്ട് ഈ നദി ഉണങ്ങിക്കൊടുത്തു. വെള്ളം മാറി ഇരിക്കട്ടെ, പക്ഷെ ഉണങ്ങത്തില്ല. അത് ഉണങ്ങിയതായിരിക്കുന്നേ. അപ്പൊ വെള്ളം മുകളിൽ നിന്നു. സ്തോത്രം. 11 മൈൽ 20 ലക്ഷം പേരും അവരുടെ കന്നുകാലികളും അവരുടെ വസ്തുവകളും എല്ലാം അക്കരെ കയറുന്നത് വരെ ഈ വെള്ളം ഇവിടെ നിന്നു. സ്തോത്രം. നോക്കിക്കേ ദൈവത്തിന്റെ അത്ഭുതം. സ്തോത്രം. അതിൽ 3 കാര്യങ്ങൾ നടന്നു. ഒന്നാമത്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ശ്രദ്ധിക്കണേ, യോശുവ പറഞ്ഞു യഹോവയുടെ പെട്ടകം മുമ്പിൽ പോണം. ആമേ. പുരോഹിതന്മാരും മുമ്പിൽ പോണം, ജനങ്ങൾ പുറയിൽ നിൽക്കണം. അതിനൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്, 2000 മുഴം അടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവത്തെയും അല്ലെങ്കിൽ പെട്ടകത്തെയും മുമ്പിൽ നിർത്തി ദൈവദാസന്മാര് മുമ്പിൽ നിന്ന് ആ പെട്ടകം പൊക്കി തോളിൽ വെച്ച് ദൈവത്തെ ഉയർത്തി മുന്നോട്ട് ചെന്നപ്പം മേലൊഴുക്ക് നിന്നു. പെട്ടെന്ന് യോർദാൻ നിന്നു. അവരക്കരെ. ഒറ്റ വാക്കിൽ അർത്ഥം പറയട്ടെ, ദൈവത്തെ മുമ്പിൽ നിർത്തി ആ ദൈവത്തെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ടൊന്ന് പോകാവോ? നിനക്കെതിരെ വരുന്ന പ്രതികൂലം അവിടെ നിൽക്കും. കാര്യം തലക്ക നിൽക്കുന്നത് പെട്ടകവാ. ദൈവത്തിന്റെ സിംഹാസനവും ദൈവത്തിന്റെ തിരുനിവാസവുമായ പെട്ടകം മുൻപോട്ട് ചെന്നപ്പോൾ ജോർദാന്റെ മേലൊഴുക്ക് അവിടെ നിന്നു. സ്തോത്രം. ദൈവദാസന്മാർ ആ ദൈവത്തെ തോളിൽ ഉയർത്തിയിരിക്കുകയാ. ആമേ. ദൈവത്തെ മുമ്പിൽ നിർത്തി ജീവിച്ചാൽ, ദൈവദാസന്മാരെന്ന് പറഞ്ഞാൽ ദൈവിക വേലയും ദൈവിക ശുശ്രൂഷയും ദൈവത്തെയും ആരാധനയും നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിർത്തിയാൽ ഏത് പ്രതികൂലത്തെ ബഹറിൽ നിനക്ക് കടന്നു പോകാം. ഇല്ലെങ്കിൽ ഇതൊന്നും മാറത്തില്ല. നമ്മൾ എന്ന മാറത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇരിക്കും. നമ്മളൊന്നും പറഞ്ഞ അനങ്ങത്തില്ല. യേശു എഴുന്നേറ്റപ്പോ കാറ്റ് നിന്ന്, ചോറ് എന്ത് ചെയ്തു, കോളുകളൊക്കെ നിന്നു, എല്ലാം നിന്നു. പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ? അപ്പൊ മേലൊഴുക്ക് അവിടെ. ദൈവത്തെ ആരുയർത്തും? ഞാൻ നിനക്ക് ഉറപ്പ് തരാം, നിന്റെ മുമ്പിൽ പ്രതികൂലം നിൽക്കും. ദൈവത്തെ നീ മുമ്പിൽ നിർത്തുവോ, നീ പ്രതികൂലത്തെ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ യുദ്ധം ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു, ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ദാവീദ് 1 ശമൂവേൽ 17-ാം അധ്യായം വായിക്കുമൊന്നും വേണ്ട. ദാവീദ് എങ്ങനെയാ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്തത്? ആ ഗോലിയാത്തിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉയരവും പൊക്കവും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ അദ്ദേഹത്തിന് ദേഹത്ത് കിടക്കുന്ന വസ്ത്രം തന്നെ ഒരു 200 കിലോയും മുകളിലുണ്ട്. കാരണം ഇരുമ്പ് കവചമാ. ഇത്രയൊരു കുഞ്ഞു കല്ലുകൊണ്ട് ആ മനുഷ്യൻ ഗോലിയാത്ത് കമന്ന് വീണു. ഒരു ചെറിയ കല്ല് അവിടെ എഴുതിയിരിക്കുന്ന പുള്ളി ഇങ്ങനെ തോട്ടിൽ കൂടെ ഇക്കരോട്ട് കയറുന്ന സമയത്ത് ആ തോട്ടിൽ നിന്ന് മിനുസമുള്ള ഒരു 5 കല്ലെടുത്തു. അത്രേ ഉള്ളൂ. അതിൽ ഒരു കല്ല് എടുത്തോളം 4 എണ്ണം പോക്കറ്റിൽ കിടപ്പുണ്ട്. ആദ്യത്തെ ഒരു കല്ലെടുത്തപ്പോ തന്നെ ഗോലിയാത്ത് വീണു. 4 എണ്ണത്തിന്റെ ആവശ്യം വന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നോ ഈ കല്ല് കൊണ്ടിട്ടാ ഗോലിയാത്ത് വീണെന്ന്? ഒരിക്കലുമല്ല. കല്ലൊന്നും കൊണ്ടാ ഗോലിയാത്ത് വീഴത്തില്ല. ആമേ. ഗോലിയാത്ത് വീഴാനുള്ള കാരണം
3 കാരണങ്ങൾ അദ്ദേഹം ഗോലിയത്തുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യമേ പറഞ്ഞ എന്നാന്നറിയോ? ദൈവം ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ ഇന്ന് നിന്റെ പെടലി വെട്ടി കഴുകൻ എറിഞ്ഞു കൊടുക്കും. യുദ്ധം ചെയ്തിട്ടില്ല, യുദ്ധത്തിലെ കളത്തിൽ ഇറങ്ങിയില്ല. ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളി പറയുക ഗോലിയാത്തിനോട്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം തലക്ക വിശ്വാസം. യുദ്ധം ചെയ്യുന്നതിന് മുമ്പേ പുള്ളി വിശ്വസിക്കുന്നു, നിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ കർത്താവ് ഏൽപ്പിക്കും. സ്തോത്രം. ഇന്ന് ഞാൻ നിന്നെ തോപ്പിക്കും, നിന്റെ ബെടലി ഞാൻ വെട്ടും. അങ്ങനെ തലക്ക പുള്ളി വിശ്വാസം നിർത്തി. രണ്ടാമത് നിങ്ങൾ നോക്കിക്കേ, പുള്ളി പറഞ്ഞതറിയോ? നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തെ മുമ്പിൽ നിർത്തി. സ്തോത്രം പറഞ്ഞ് വിശ്വാസം മുമ്പിൽ നിർത്തി. ഹല്ലേലൂയ പറഞ്ഞ്. മൂന്നാമത് എന്താ പറഞ്ഞറിയാം? യഹോവയുടെ നാമത്തിൽ ദൈവത്തെ മുമ്പിൽ നിർത്തി, വിശ്വാസം മുമ്പിൽ നിർത്തി, ദൈവനാമത്തെ മുമ്പിൽ നിർത്തി. ഒരു ചെറിയ കല്ലെടുത്തപ്പോൾ ഗോലിയാത്ത് തോറ്റു. മുമ്പിൽ നിർത്തി ദൈവത്തെ, വിശ്വാസം മുമ്പിൽ നിർത്തി, ദൈവനാമത്തെ മുമ്പിൽ നിർത്തി. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ഏത് വിഷയത്തിലും ദൈവത്തെ മുമ്പിൽ നിർത്താൻ പറ്റുവോ? വിശ്വാസം മുമ്പിൽ നിർത്തുവോ? ദൈവനാമത്തെ മുമ്പിൽ നിർത്തുവോ? നീ അതിന്റെ പുറകിൽ നിൽക്കാമെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ദൈവം ഉറപ്പായിട്ടും നിനക്ക് ജയം തരും. ഇല്ലെങ്കിൽ നീ തോറ്റുപോകും. ഇതുകൊണ്ടാണ് ഗോലിയാത്തിനെ ജയിച്ചത്. അല്ലാതെ കല്ലിന്റെ ബലം കൊണ്ട്. തലക്കൽ ആരെ നിർത്തിയിരിക്കുക? തലക്കൽ ദൈവം നിൽക്കുന്നു. ദൈവനാമം മുമ്പിൽ വെച്ച്, വിശ്വാസം മുമ്പിൽ വെച്ച്. ആമേ. ദാവീദ് പടക്കളത്തിൽ ഇറങ്ങിയപ്പോൾ ദാവീദ് ജയിച്ചു. ഓക്കെ, സ്തോത്രം. അപ്പൊ പത്രോസിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ ഞാനങ്ങ് പറഞ്ഞതായി ഇത് കേട്ടോ. അപ്പൊ പത്രോസിന് എന്തിനാ മീൻ കൊടുത്തത്? എന്തിനാണ്? പത്രോസിനെ മീൻപിടുത്തത്തിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്ന രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് മാറ്റാനാണ്. അതുകൊണ്ട് 300 ദിനാറുള്ള ജോലി എന്തിനാ തന്നത്? കുറെ ഇരിക്കോട് ഞാൻ ചോദിക്കുന്നു, 10, 250, 500, 700 ദിനാറുള്ള ജോലി നിനക്ക് എന്തിനാ തന്നത്? നിന്നെക്കുറിച്ച് ഒരു ആത്മീക പദ്ധതി ഉള്ളത് കൊണ്ടാ. സ്തോത്രം പറഞ്ഞ്. പത്രോസിന് മീൻ കൊടുത്തതിന്റെ കാരണം പത്രോസിനെ കുറിച്ച് ദൈവത്തിന് മനുഷ്യനെ പിടിക്കുന്ന മറ്റൊരു പദ്ധതിയൂടെ ഉണ്ട്. അതുകൂടെ നിറവേറാൻ വേണ്ടിയാണ് ഈ മീൻ കൊടുത്തത്. ഹല്ലേലൂയ പറഞ്ഞേ. ലഹരിൽ എത്തിച്ചതും ചില നന്മകൾ തന്നിരിക്കുന്നതും നിന്റെ മേലൊരു ആത്മീക പദ്ധതി ദൈവം കണ്ടിട്ടുണ്ട്. അതും കൂടെ നിറവേറാനാണെന്നുള്ളത് മറന്നു പോകരുത്. അത് മറന്നു പോയാൽ പരാജയപ്പെടും. എപ്പോഴും ഭൗതിക നന്മ തരുമ്പോൾ ഓർത്തോളം അതിന്റെ പുറകെ കർത്താവിന് എന്തുണ്ട്? നമ്മളെ കുറിച്ച് ആത്മീയ പദ്ധതി ഉണ്ട്. രണ്ടാമത്തെ നിങ്ങൾ കേട്ടോ, വായിക്കൊന്നും വേണ്ട. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് വെളുക്കുവോളം മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. കർത്താവ് ഒരു 153 വലിയ മീൻ കൊടുത്തു. 153 വലിയ മീൻ. എന്തിനാ മീൻ കൊടുത്തത്? ഒന്നും കിട്ടിയില്ല. വെളുക്കുവോളം ഇത്ര ആ 153 മീൻ കൊടുത്തിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ് വല കീറാറായെന്ന. വല കീറും. എത്രക്ക് വെയിറ്റ് ആയി 153 വലിയ മീൻ. എന്തിനാ മീൻ കൊടുത്തത്? അതിന്റെ ഒടുവിൽ വായിച്ചോ? നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. സ്തോത്രം. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. സ്തോത്രം. ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞു, ഒരാത്മീക ശുശ്രൂഷയ്ക്കാണ് ഈ അനുഗ്രഹം കൊടുത്തത്. ഹല്ലേലൂയ പറഞ്ഞ്. ദൈവത്തിന്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയ ശുശ്രൂഷ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ യോഹന്നാന്റെയും പത്രോസിന്റെയും ഒക്കെ ജീവിതത്തില് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് 153 വലിയ മീൻ കൊടുത്തത്. അതുകൊണ്ട് ഈ ദേശത്ത് കൊണ്ടുവന്ന് നിനക്ക് വിസ തന്നതും ജോലി തന്നതും ഇപ്പോഴും അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നതും അതിന്റെ പുറകിൽ ആത്മീക ശുശ്രൂഷ നിന്നിലൂടെ വെളിപ്പെടാൻ വേണ്ടിയാണ്. ഈ നന്മ തന്നെന്നുള്ള കാര്യം കൂടെ നീ മറന്നു പോകരുത്. 153 മീന് അല്ലെങ്കിൽ എടുത്തു, അതൊന്നും കർത്താവിന് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഈ കാര്യം ചെയ്യണം. ഏതാ? നീ എന്റെ ഇടയനാ. അപ്പൊ കണ്ട, ഭൗതിക നന്മ കൊടുത്തത് എന്തിനായിരുന്നു? ആത്മീക. പ്രൈസ് ദി ലോർഡ്. ഓരോ പ്രാവശ്യവും കർത്താവ് നന്മ തരുമ്പോൾ അതിനകത്ത് ആത്മീകമായി
നമ്മൾ ഭൗതിക നന്മയെ അനുഭവിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമാണ്. അതിനാ കർത്താവ് തരുന്നത്. പക്ഷെ ആത്മീക പദ്ധതി അതിനകത്തുണ്ട്, അത് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അത് മറന്ന് പോകരുത്. സ്തോത്രം. ഓക്കെ, മൂന്നാമത്തോടെ പറഞ്ഞ് നമുക്ക് വിടാം. 2 കാര്യം ഞാൻ പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞത്? ആദ്യമേ ഞാൻ പറഞ്ഞത് പത്രോസ് പടക് സമർപ്പിച്ചപ്പോൾ ആ ഒറ്റ സമർപ്പണത്തിൽ 3 വിഷയവും നടന്നു. ഏത് നടന്നു? പത്രോസിന് മീനും കിട്ടി, യേശുവിന് പ്ലാറ്റ്ഫോം കിട്ടി, കരക്കിരിക്കുന്നവർക്ക് എന്ത് കിട്ടി? വചനവും കിട്ടി, പ്രാർത്ഥനയും കിട്ടി. രണ്ടാമത് ഞാൻ പറഞ്ഞത് ആത്മീയ വിഷയത്തിന് 1ാം സ്ഥാനം കൊടുത്തു. ആമേ. രണ്ടാമത് മീൻപിടുത്തം. സ്തോത്രം. ഇനി മൂന്നാമത്തത്, നാഥ, കഴിഞ്ഞ രാത്രി മുഴുവനും ഞാൻ വല വീശി, എനിക്കൊന്നും കിട്ടിയില്ല. ഇവിടെ പലർക്കും അതാ പറയണം, കർത്താവേ 5-8 വർഷമായി, 10-15 വർഷമായി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. എൻ്റെ സമയം പാഴായിരിക്കുന്നു, എൻ്റെ അധ്വാനം പാഴായിരിക്കുന്നു, എനിക്കൊന്നുമില്ല, ഒരു നന്മയുമില്ല, ഒരു നന്മയുമില്ല എന്ന് അനേകർക്ക് ഇവിടെ പറയാനുണ്ട്. പത്രോസ് പറയാനുള്ള, നാഥ, ആദ്യത്തെ പ്രാവശ്യം മലയിറക്കി വല പൊക്കിയപ്പോൾ ഒന്നുമില്ലായിരുന്നു നാഥ. രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വലയിറക്കി, അത് പൊക്കിയിട്ട് ഒന്നുമില്ലായിരുന്നു. അങ്ങനെ 3-4 പ്രാവശ്യത്തോളം വലയിറക്കിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല. ഇല്ലായ്മകൾ, പരാജയങ്ങൾ മാത്രമാണ്. ആമേ, ഇല്ലായ്മകൾ മാത്രമാണ് ആമേ പത്രോസിന് പറയാനുള്ളത്. ഒന്നുമില്ല. യേശു പറഞ്ഞു, പത്രോസേ വാ, വിളിച്ചു, ആഴത്തിലേക്ക് വലയിറക്ക, ആഴത്തിലേക്ക്. അപ്പൊ അതിനകത്ത് ചോദ്യമുണ്ട് ദൈവമക്കളെ. ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞപ്പോ ഇന്നലെ ആഴത്തിലല്ലേ വലയിറക്കിയത്? ഇന്നലെ എന്നാ മുകളിലാണ് വലയിട്ടത്? ഇന്നലെ രാത്രി മുഴുവനും മീൻ പിടിക്കാണ്ട് ഈ പുള്ളി മുകളിലാണ്? അതിന്റെ അർത്ഥം അതല്ല. ഇന്നലെ പുള്ളി വലയിട്ടത് ആഴത്തിൽ തന്നെയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവില്ലാത്ത ആഴമായ ഇന്നലത്തെ വലവീശ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, കർത്താവില്ലാതെ ആഴമായി ഓവർടൈമിന്റെ പുറത്തൂടെ ഓവർടൈമിങ് ചെയ്താലും വല പൊക്കുമ്പോൾ കുഞ്ഞെ അത് ശൂന്യമായിരിക്കും. ആഴമായിട്ട് ഇവിടെ കിടന്ന് അധ്വാനിച്ച പലരുമുണ്ട്, പക്ഷെ പ്രതിഫലത്തിന്റെ സമയമായപ്പോൾ ഒന്നുമില്ല കയ്യില്, ശൂന്യമല്ലാതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നിന്റെ ആഴമായ ജോലിയും ആഴമായ കഠിനാധ്വാനവും ആഴമായ ഓവർടൈമും എല്ലാം നിന്നെ പരാജയത്തിലല്ലാതെ വിജയത്തിൽ എത്തിക്കുമെന്ന് നീ ധരിക്കരുത് കേട്ടോ. എന്നാൽ യേശു കൂടെ ഉള്ളപ്പോൾ കർത്താവ് ഇനി നീ ആഴമായിട്ട് ഇറക്കേ, അന്നത്തെ വലയിൽ മുങ്ങുമാറാകുവോളം നീ കിട്ടി. കണ്ടോ? സ്തോത്രം. അപ്പൊ എനിക്കൊരു ചോദ്യം, ഇന്നലെ മീൻ ഇല്ലായിരുന്നോ ഈ കടലിലെ? ഇന്നലെ മീൻ ഇല്ലായിരുന്നോ? ഇന്നലെ പുള്ളി വലയിറക്കിയിട്ട് എന്താ മീൻ കയറാഞ്ഞത്? ഇന്നലെ പുള്ളി വലയിട്ടപ്പോഴത്തിന് മീനെല്ലാം ഓടിപ്പോയി, ഒന്നും കേറിയില്ല, ഒന്നും കേറിയില്ല. സ്തോത്രം. ഇന്ന് വലയിറക്കിയപ്പോൾ മീൻ എല്ലാം എന്ത് ചെയ്തു? ഓടി വന്ന് വലയ്ക്കകത്ത് കയറി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇന്നലെ എല്ലാം ഓടിപ്പോയി, ഇന്ന് വലയിറക്കിയപ്പോ എല്ലാം ഓടി വന്ന് കയറി. സ്തോത്രം. ഒറ്റ വാക്കി പറയട്ടെ, അകന്നു പോയതെല്ലാം യേശു ഉള്ളപ്പോൾ അടുത്തു വന്നു. ഇന്നലെ രാത്രിയിൽ ഒന്നും കേറാതെ പത്രോസിന്റെ വലയിന് ദൂരേക്ക് പോയ സകല മീനുകളും പിറ്റേ ദിവസം യേശുവിനെ കൂട്ടിക്കൊണ്ട് പത്രോസ് വലയിറക്കാൻ ചെന്നപ്പോൾ ആ പോയതെല്ലാം മടങ്ങി വന്നു. ഹല്ലേലൂയ പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അകന്നുപോയ പല നന്മകളും നിന്റെ ജീവിതത്തിൽ യേശുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങോട്ട് മുമ്പോട്ട് പോകാൻ നിനക്ക് പറ്റുമോ? ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ഇന്നലെ മുതൽ അകന്നു പോയതെല്ലാം ഇന്ന് വീണ്ടും മടങ്ങി വരും. സ്വത്രം അതിന്നും മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഒന്നും കേറാതെ ദൂരെ പോയ മീനുകളെല്ലാം ഇന്ന് മടങ്ങി വരാനുള്ള കാരണം പത്രോസോട് കൂടെ ഇതിന്റെ ഉടമസ്ഥൻ നിപ്പുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ അധികാരി നിപ്പുണ്ട്. ആ പുള്ളി കൽപ്പിച്ചപ്പോൾ എല്ലാം വന്ന് കേറി. സ്വത്രം പറഞ്ഞ് യേശുവിനെ നിന്റെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാണോ? യേശുവിനെ കൂട്ടിക്കൊണ്ട് മുൻപോട്ട് പോകാൻ നീ തയ്യാറാണോ? അകന്നു പോയതെല്ലാം അടുത്തു ഇല്ലെങ്കിൽ ഗ്യാരണ്ടി ഒന്നുമില്ല. സ്തോത്രം. അപ്പൊ മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അത് വിടാം. മൂന്നാമത് എന്താണ് നമ്മൾ കണ്ടത്? മീൻ കിട്ടാത്തവർക്ക് മീൻ കിട്ടി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സെക്കൻഡ് ചാൻസ് തുറക്കുന്ന ദൈവം. ഹല്ലേലൂയ പറഞ്ഞ് മൂന്നാമത് ദൈവം എന്ത് ചെയ്യുന്നു? ആമേ, ഒന്നും കിട്ടാതിരുന്ന അതേ കടലിൽ, വേറെ കടലിലല്ല, അതേ ബോട്ട്, അതേ വല, ഇന്നലെ എതിലെല്ലാം പോയോ അവിടെ തന്നെ സെക്കൻഡ് ചാൻസ് തുറന്നു കൊടുത്തു. സ്തോത്രം പറഞ്ഞ് ആ വല കൊണ്ട് തന്നെ, ആ ബോട്ട് തന്നെ, ആ സ്ഥലം തന്നെ. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ 2023 നഷ്ടപ്പെട്ടു പോയോടത്ത് അവിടെ തന്നെ വേറെ സ്ഥലമല്ല. ഏത് വിഷയത്തിന് ഇറങ്ങിയോ നീ തോറ്റുപോയ അവിടെ തന്നെ സെക്കൻഡ് ചാൻസ് തുറക്കുവാൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് വലിയവനായ ദൈവമാണ്. അതിന് വേറെ സ്ഥലം വേണ്ട, നീ വേറെ പടക് മാറണ്ട. ആ പഴയ ബോട്ട് തന്നെ, ഇന്നലത്തെ ജോലിക്കാർ തന്നെ, ഇന്നലത്തെ വല തന്നെ, ഇന്നലത്തെ കടൽ തന്നെ, ഒന്നും മാറിയിട്ടില്ല. യേശു കൂടെ ഉള്ളപ്പോൾ ആമേ, തകർന്നിടത്ത്, കിട്ടാത്തോടത്ത്, അടഞ്ഞിടത്ത് രണ്ടാം ചാൻസ് തുറക്കുന്ന ദൈവം. ആയി പട്ടണത്തിൽ ആദ്യം തോറ്റുപോയില്ലേ? പിറ്റേ പ്രാവശ്യം രണ്ടാം ചാൻസ് ജയിച്ചില്ലേ? ഹല്ലേലൂയ പറ. ആദ്യത്തെ ഭൂമി പാഴായി പോയില്ലേ? അതേ ഭൂമിയെ കർത്താവ് രണ്ടാമത് ഉയർപ്പിച്ച് ആകാശം നിറച്ച്, ഭൂമി നിറച്ച്, സമുദ്രം നിറച്ച് സെക്കൻഡ് ചാൻസ് കർത്താവ് കൊടുത്തില്ലേ? ഒന്നാമത്തെ ചാൻസ് തോറ്റുപോയ ഹായി പട്ടണം സെക്കൻഡ് ചാൻസ് ദൈവം രണ്ടാമത്തെ പ്രാവശ്യം കൊടുത്തില്ലേ? സ്തോത്രം പറഞ്ഞ് ആദ്യത്തെ പാഴായ ഭൂമിയെ ദൈവം രണ്ടാം ചാൻസ് നിറച്ചു കൊടുത്തില്ലേ? ആദ്യത്തെ മീൻപിടുത്തം പരാജയപ്പെട്ടു പോയ പത്രോസിന് അതേ കടലിൽ സെക്കൻഡ് ചാൻസ് കൊടുത്തെങ്കിൽ മുട്ടുമടക്കി ദിവസങ്ങളിൽ പ്രാർത്ഥിയില് 24 തീരുന്നതിന് മുമ്പ് കഴിഞ്ഞ നാളിൽ നടക്കാത്ത വിഷയത്തിന് ഒരു രണ്ടാം ചാൻസ് തുറന്നു തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനായ ദൈവമാണ്. സ്തോത്രം. ഇപ്പൊ 3 കാര്യം പറഞ്ഞേ, മറക്കരുത്. ഒന്നാമത് പറഞ്ഞത് പത്രോസിന്റെ സമർപ്പണത്തോടുകൂടി 3 വിഷയം നടന്നു. രണ്ടാമത് പറഞ്ഞത് ആത്മീയത്തിന് 1ാം സ്ഥാനം കൊടുത്തു. മൂന്നാമത് പറഞ്ഞത് സെക്കൻഡ് ചാൻസ് തുറക്കുന്ന ദൈവം. ഹല്ലേലൂയ പറഞ്ഞ്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് നമ്മൾ ഇതുവരെയും കണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ.